ഹായ് ഗൈസ്, വീണ്ടും ഞാൻ വന്നു. ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് റെഡി ആവണത്. എൻ്റെ പിരികം നന്നായി വളർന്നു, അപ്പം അതൊന്ന് ത്രെഡ് ചെയ്യാൻ പോവാണ്. നാളെ മാർച്ച് 20 എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഒന്ന് ത്രെഡ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ എന്താണെന്ന് നിങ്ങൾ ഗസ് ചെയ്യും. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റെഡി ആവാം. സാധനം ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത്. ആകെ ബ്യൂട്ടി പാർലർ ഞാൻ പോകുന്നത് ത്രെഡ് ചെയ്യാനാണ്, അല്ലാണ്ട് ഒന്നും ഞാൻ ചെയ്യില്ല. മുഖത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫേഷ്യൽ ചെയ്ത കുരു 12 വർഷം മുന്നെയാണ് ഞാൻ ആകെ ഫേഷ്യൽ ചെയ്തിരിക്കുന്നത് എൻ്റെ കല്യാണത്തിന്. അപ്പോഴൊക്കെ എൻ്റെ മൂക്കത്ത് ഡാർക്ക് സർക്കിൾ വന്നു, അതുപോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് വരും. അത് കാരണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ബ്യൂട്ടി പാർലർ പോയി ചെയ്യില്ല. പിന്നെ മുടി കളർ ചെയ്യണമെന്നുണ്ട്, അത് എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല. ആൾക്ക് മുടി എങ്ങനെ നാച്ചുറൽ ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ ഞാൻ കളർ ചെയ്യും കിട്ടും, അത് വേറെ കാര്യം. അത് ഞാൻ എങ്ങനെയും സമ്മതിപ്പിക്കും. പിന്നെ എന്താന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിലൊന്നും എൻ്റെ കെട്ടിയോനെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ആൾക്ക് ഇഷ്ടമല്ല, വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ല. ആളൊരു ഇൻട്രോവേർട്ടാണ്, അങ്ങനെ അധികം ആളുകളോടൊന്നും സംസാരിക്കില്ല. പക്ഷെ ഞാൻ എക്സ്ട്രോവേർട്ടാണ്, എന്നോട് സംസാരിക്കും. പക്ഷെ പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ഉള്ള ആൾക്കാർ അങ്ങനെയാണല്ലോ, ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തീരെ ഇഷ്ടമല്ല. എന്നോട് പറയും എന്നെ ഒരിക്കലും അതിൽ ഉൾപ്പെടുത്തരുത്. എന്നിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിട്ട് ഫോട്ടോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ വീഡിയോ ചെയ്യുന്നതിനോ ഒന്നും കുഴപ്പമില്ല, നല്ലപോലെ വീഡിയോ ചെയ്യാൻ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. അപ്പോൾ ആഗ്രഹമായിരുന്നു എൻ്റെ സ്പെഷ്യൽ ഡേക്ക് ആയിട്ടുണ്ടാവണമെന്ന്. വരാൻ പറ്റിയില്ല, ലീവ് കിട്ടിയില്ല. എന്തായാലും ഈ മാസം വരും, അല്ലെങ്കിൽ ഈ മാസം വരും. അപ്പം ഞാൻ അവിടുന്ന് ഇവിടുന്ന് തലങ്ങും വിലങ്ങൊക്കെ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. പൗഡർ ഇടാം. ഇടാൻ ആവശ്യമില്ല. മോള് കൂടെ ആണോ താത്ത കൂടെ? ഓഫ്, എനിക്ക് ഫോണിൽ നോക്കി എഴുതുക പറഞ്ഞാൽ കണ്ണ് ഭയങ്കര. മോളിൽ കൂടെ എഴുതണ്ട, താഴത്ത് നോക്കണം. നെക്സ്റ്റ് വൺ ഈ ഒരു ലിബാം. ഇത് ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. അടിപൊളി ലിബാമാണ്, ലിപ് ഗ്ലോസിന്റെ. ഇതും നല്ലതാണ് കേട്ടോ, പക്ഷെ ഇത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഒരു കുറേയും കൂടി ഉണ്ട്. പോവാണ്. അപ്പോൾ റെഡിയായി, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി മുടിയും കൂടിയും കെട്ടുക, ഷോൾ ഇടുക, പോവാം. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടല്ലോ. അപ്പോൾ ഞാൻ അതാ റെഡി ആയിട്ട് ത്രെഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ വേദു അവിടെ അങ്ങനെ നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണേ. അവൻ്റെ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പോവുകയെന്ന് പറഞ്ഞപ്പോൾ അവൻ ടാറ്റയും ഉമ്മയൊക്കെ തരും കേട്ടോ. അവനങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പോകുമ്പോഴും കുഴപ്പമൊന്നുമില്ല. അമ്മമ്മയുടെ അടുത്ത് ഇരുന്നോളും. അവനോട് അമ്മ പറഞ്ഞു അവനെ കടയിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവനെ എന്തെങ്കിലും തിന്നാൻ കൊണ്ടുവരണം കേട്ടോ തിരിച്ചു വരുമ്പോൾ. അത് അവൻ എന്നും നോക്കി നിൽക്കുകയെ. അപ്പോൾ 10:30 ആയപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ. 10:35 ബസ്. അപ്പോൾ എൻ്റെ കൂടെ അടുത്ത വീട്ടിലെ ജിഷയും കുട്ടിയും ഉണ്ടായിരുന്നു കേട്ടോ. ജിഷയ്ക്കും ത്രെഡ് ചെയ്യണം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ അവരും ഉണ്ട് പറഞ്ഞു. ചാത്തന്നൂർക്ക് തന്നെയാണല്ലോ, അടുത്ത് തന്നെയാണ് കേട്ടോ.
അപ്പോൾ ഞങ്ങളിതാ അപ്പം തന്നെ ബസ് കിട്ടി. ഞങ്ങളിതാ ഇറങ്ങി കുറച്ച് ബസ് കിട്ടി. 10:35 ബസ് MR കയറി ചാത്തന്നൂർ ഇറങ്ങി. ചാത്തന്നൂർ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ ബ്യൂട്ടി പാർലർ. ആ പള്ളിയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്, അവിടെയാണ് മിൻറ്റ് ബ്യൂട്ടി പാർലർ. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ത്രെഡ് ചെയ്യാൻ പോവാറ്. നന്നായി ത്രെഡ് ചെയ്ത് തരുവേ. ആദ്യമൊക്കെ ഞാൻ കറുവത്തൂര പോയായിരുന്നു, പിന്നെ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സന്ധ്യ, ഇതാണ് ചേച്ചി സന്ധ്യ എന്നാണ് ആ ചേച്ചിയുടെ പേര്. നന്നായി ത്രെഡ് ചെയ്ത് തരുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും അങ്ങോട്ട് പോകുന്നത്. എൻ്റെ പിരികം നന്നായി വളർന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല വളർന്ന ടൈമിൽ മാത്രമേ ഞാൻ ത്രെഡ് ചെയ്യാൻ പോവുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് കാരണം ഒന്ന് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചിയോട് ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് ചോദിച്ചപ്പോൾ ചേച്ചി കാണാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ അടുത്താണ് വീഡിയോസൊക്കെ ഇങ്ങനെ ഞാനായിട്ട് ഇടാൻ തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ത്രെഡ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ പിരികം കണ്ടോ, ഫ്രണ്ടിൽ ഭാഗത്ത് കുറച്ച് കുറവാട്ടോ, പക്ഷേ നല്ല അത്യാവശ്യം നല്ല പിരികുണ്ട്. എഴുതുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ, പക്ഷേ എഴുതേണ്ട ആവശ്യമില്ല എനിക്ക്. പക്ഷേ ഞാൻ അങ്ങനെ ഐബ്രോ കൊണ്ടൊന്നും എഴുതില്ല കേട്ടോ. അപ്പോൾ അവിടുത്തെ പരിപാടി ഞങ്ങൾ രണ്ടുപേരും ത്രെഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. വേഗം കഴിഞ്ഞിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങുമ്പോഴാണ് ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ക്യൂടെക്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു. ബ്ലാക്ക് വാങ്ങാനാണ് ഞാൻ കയറിയത്, പക്ഷേ എനിക്ക് അവിടെ ബ്ലാക്ക് കിട്ടിയില്ല, ബാക്കി എല്ലാ കളറും ഉണ്ടായിരുന്നേ. അപ്പോൾ അതാ ഒരു ഐടെക്സിൻ്റെ ഈ ഒരു പൊട്ട്, ഐടെക്സിൻ്റെ അല്ല കേട്ടോ, വേറെ ഏതൊരു പൊട്ടാണ്. ആ ഒരു ബ്ലാക്ക് കളർ പൊട്ടാണ് ഇപ്പോൾ ഞാൻ സ്ഥിരം യൂസ് ചെയ്യണത്. മറ്റേതൊക്കെ ഞാൻ എപ്പോഴും കളർ പൊട്ടാണ് കേട്ടോ യൂസ് ചെയ്തായിരുന്നു, ഓരോ ഡ്രസ്സിനും ഓരോ കളർ. ഇപ്പോൾ അതൊക്കെ വിട്ട് ബ്ലാക്കിലേക്ക് കിടന്നിട്ടുണ്ടേ. അപ്പോൾ റെഡ് ക്യൂടെക്സ് ആണ് എന്നിട്ട് കിട്ടിയത് കേട്ടോ. ഏതെങ്കിലും ആയിക്കോട്ടെ വിചാരിച്ചിട്ട് റെഡ് അങ്ങോട്ട് വാങ്ങി. ബ്ലാക്കാണ് ഞാൻ തരുന്നത്. അവിടെ ബ്ലാക്ക് ഒഴികെ ബാക്കി എല്ലാ കളറും ആ കടയിലുണ്ട് കേട്ടോ. ബ്ലാക്ക് മാത്രം ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് കളർ അന്വേഷിച്ച് പോകണം ആ കളർ ഉണ്ടാവില്ല. അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു ബസ് കാത്തിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ് വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോയി ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു പിന്നത്തെ